നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായൊരു നടപടിയാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് കണ്ഠരര് രാജീവരെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെയും ഉയരുന്നൊരു ചോദ്യമുണ്ടായിരുന്നു, പത്മകുമാർ പറഞ്ഞ ദൈവതുല്യരായ വ്യക്തി ആരാണ് എന്ന്. സാധാരണഗതിയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ദൈവതുല്യരായ വ്യക്തികളെ കണക്കാക്കപ്പെടുന്നത് എപ്പോഴും താഴോൺ കുടുംബവുമായി ബന്ധപ്പെട്ട അവിടുത്തെ തന്ത്രിമാരെ തന്നെയാണ് എന്ന് അന്ന് പലരും നിർദ്ദേശിച്ചിരുന്നുവെങ്കിൽ പോലും പ്രത്യേക അന്വേഷണ സംഘം കണ്ഠരര് രാജീവരെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട മറ്റ് തന്ത്രിമാരാരെയും തന്നെ ചോദ്യം ചെയ്തിരുന്നില്ല. മാത്രമല്ല, ഹൈക്കോടതി വളരെ പ്രസക്തമായ ചോദ്യം പ്രത്യേക അന്വേഷണ സംഘത്തോട് ചോദിച്ചിരുന്നു. വൻ സ്രാവുകളെ നിങ്ങൾ എന്തിനു ഒഴിവാക്കുന്നു, അവരാരും വെറുതെ വിടരുത്, പിടികൂടണം എന്ന് തന്നെയാണ് ഹൈക്കോടതി അന്ന് സൂചിപ്പിച്ചിരുന്നത്. ഇതൊക്കെ ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയുടെ കൂടി ഒരു ബലമുണ്ട് അവർക്ക് എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഇനി നമുക്ക് ധാരണയായിട്ടില്ല എങ്കിൽ പോലും ഇത് കേസ് അന്വേഷണത്തിലെ പ്രധാന വഴിത്തിരിവായി മാറും എന്നുള്ളത് ഉറപ്പാണ്. ഈ കഥയിലെ പ്രധാന വില്ലനായ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ശബരിമലയിൽ കയറിപ്പറ്റി ഇത്രയും സ്വാധീനമുണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ തന്ത്രിയുടെ പേരും വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റേതെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് ശബരിമലയിലെ കീഴ്ശാന്തിമാരുടെയും സഹായിയായിട്ടോ മറ്റോ അവിടെ കയറിപ്പറ്റിയ ഇയാൾക്ക് ഇത്രയും സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞു എങ്കിൽ അതിന് ശബരിമല തന്ത്രിയുടെ കൂടെ സഹായം ആവശ്യമാണ് എന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല. അതുപോലെ കർണാടക ജില്ലാഹള്ളിയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജ നടത്തിയിരുന്ന ക്ഷേത്രത്തിൻ്റെ തന്ത്രി സ്ഥാനമുള്ളത് കണ്ഠരര് രാജീവർക്കാണ് എന്നുള്ള കാര്യവും അത് നിഷേധിക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. ഏതായാലും ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിനെയും അതുപോലെ മറ്റൊരു മുൻ അധ്യക്ഷനായ വാസുവിനെയും ഇപ്പോൾ പോലീസിൻ്റെ കൈവശമുള്ള മുൻ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തന്നെ വിശദമായ ചോദ്യം ചെയ്തതിലൂടെ തന്നെയായിരിക്കാം ഇക്കാര്യത്തിൽ തന്ത്രിക്കും ഒരു പങ്കുണ്ട് എന്നുള്ള സൂചന ഒരുപക്ഷെ ലഭിച്ചിരുന്നത്. മാത്രമല്ല, ശബരിമല തന്ത്രിയായ കണ്ഠരര് രാജീവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു എന്നുള്ള ചില വാർത്തകൾ നേരത്തെ പരന്നിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയെ തിരുവനന്തപുരത്തേക്ക് പ്രത്യേകമായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലെത്തി ചോദ്യം ചെയ്യലിന് വിധേയനായിരിക്കുന്നത്. ഏതായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ എല്ലാ കാര്യങ്ങളുടെയും അന്തിമ വാക്ക് എന്ന് പറയുന്നത് തന്ത്രി തന്നെയാണ്. അക്കാര്യം നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയുകയില്ല. ശബരിമലയിലെ ധർമ്മശാസ്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രധാന സ്ഥാനമുള്ളത് തന്ത്രിക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തന്ത്രിയോട് ചോദിക്കാതെ ഈ വാതിൽപ്പാളി ഇറക്കി കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട സാധനങ്ങൾ അടിച്ചു മാറ്റാനൊന്നും ഒരിക്കലും കഴിയുകയില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ ഇതിനൊക്കെ തന്നെ തന്ത്രിക്ക് പങ്കുണ്ടായിരുന്നു, തന്ത്രിയുടെ മൗനാനുമതി ഇതിനൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ എ പത്മകുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വാസുവിനെയും ഒക്കെ ഈ തന്ത്രിക്ക് ഒപ്പമിരുത്തി വിശദമായി ചോദ്യം ചെയ്താൽ ഇത് സംബന്ധിച്ച വളരെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എ പത്മകുമാറും വാസുവൊക്കെ തന്നെ ആദ്യ ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യലൊക്കെ ഒഴിഞ്ഞു മാറിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഇത്രയും ദീർഘകാലം ജയിലിൽ കിടന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവരെല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ തന്നെയാണ് സാധ്യത. കാരണം അതല്ലെങ്കിൽ ഇത് തങ്ങൾ മാത്രമായിരിക്കും ഇതിൽ കുടുങ്ങുക എന്ന് വ്യക്തമായി അറിയാവുന്ന രാഷ്ട്രീയക്കാരൻ കൂടിയായ എ പത്മകുമാറും ഉദ്യോഗസ്ഥനും രാഷ്ട്രീയക്കാരുമായി 2 സമയങ്ങളിൽ പ്രവർത്തിച്ച വാസുവിനുമൊക്കെ നന്നായിട്ട് കാര്യങ്ങൾ അറിയാം. അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചും അയാൾക്ക് ഇപ്പോൾ നിലക്കക്കള്ളിയില്ലാത്ത അവസ്ഥ തന്നെയാണ് എത്തിയിട്ടുള്ളത്. കാരണം ഇത്രയധികം സ്വാധീനം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ തനിക്ക് ഇത്രയധികം പിൻബലം ലഭിച്ചത് ആരിൽ നിന്നാണെന്നുള്ള കാര്യം അയാളും വെളിപ്പെടുത്തി കാണും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പിണറായി സർക്കാർ ആദ്യഘട്ടങ്ങളൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് വിലങ്ങിടാൻ പലതവണ ശ്രമിച്ചിരുന്നു എങ്കിൽ പോലും ഹൈക്കോടതിയുടെ അതിശക്തമായ നിരീക്ഷണം ഇപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേക അന്വേഷണ സംഘം നന്നായിട്ട് അറിയാം. ചില സന്ദർഭങ്ങളിലൊക്കെ തന്നെ വളരെ കർശനമായ രീതിയിലുള്ള വിമർശനവും അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ ചൊവ്വേ അന്വേഷണം നടത്തിയില്ലെങ്കിൽ തങ്ങൾ കുടുങ്ങും എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. കൂടാതെ CBI സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ തയ്യാറാണെന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ED അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചുറ്റുപാടിൽ തന്ത്രി എന്തുകൊണ്ട് ഒഴിവാക്കുന്നു എന്നുള്ള ചോദ്യം അവിടെ വരുന്നു. നേരത്തെ കടകംപള്ളി സുരേന്ദ്രനെയും നേരത്തെ പ്രസിഡൻ്റായിരുന്ന PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യുന്നില്ലായിരുന്നു. പിന്നീട് അവരെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അതീവ രഹസ്യമായിട്ടാണ് നടന്നിരുന്നത്. ഇനി അത് അവശേഷിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ശബരിമല തന്ത്രി. ശബരിമലയിലെ ഏറ്റവും ആധികാരികമായ ശബരിമലയെക്കുറിച്ച് പറയാൻ കെൽപ്പുള്ള, അധികാരമുള്ള, അവകാശമുള്ള താഴ്മൺ കുടുംബത്തിലെ അംഗമായിരിക്കും എപ്പോഴും ശബരിമല തന്ത്രിയാവുന്നത്. ഇത് മാറി മാറി ആണ് ഈ കുടുംബാംഗങ്ങളിൽ തന്നെ പുരുഷന്മാർ മാറി മാറിയാണ് ഓരോ വർഷവും ശബരിമല തന്ത്രി സ്ഥാനത്തേക്ക് ഓരോ വർഷവും സന്നിധാനത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ശബരിമലയിലെ തന്ത്രി അറിയാതെ അവിടെ ഒരു കാര്യം ഒരു ഇല പോലും അനങ്ങുകയില്ല എന്നുള്ള സത്യം നേരത്തെ തന്നെ അറിയാം. ഈ ദൈവതുല്യനായ വ്യക്തി ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഒരുപക്ഷേ ഇന്നത്തെ ചോദ്യം ചെയ്യലിലൂടെ ഉത്തരം ലഭിക്കും അന്വേഷണ സംഘത്തിന് എന്ന് തന്നെ വേണം കരുതാൻ. കേരളത്തിലെ ഇടതുമുന്നണി മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം അവരുടെ
നിലനിൽപ്പിൻ്റെ പ്രശ്നമായി ഇത് മാറിയിരിക്കുകയാണ്. കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയായി എന്ന് അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും പലരും ചോദ്യം ചെയ്യാതെ അല്ലെങ്കിൽ കസ്റ്റഡി എടുക്കാതെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് വലിയ തോതിൽ ദോഷം ചെയ്യുമെന്നും ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് മനസ്സിലായി കാണും എന്ന് വേണം കരുതാൻ. പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ചെറിയ കാലയളവിൽ അന്ന് അവർക്ക് ആരെയും ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഈ തന്ത്രിയെ കസ്റ്റഡിയിലെടുത്തത് ഇത് വലിയൊരു സംഭവം തന്നെയാണ്. തന്ത്രിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ ഇനി കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. കാരണം ശബരിമലയിലെ എല്ലാ കാര്യങ്ങളുടെയും അവസാന വാക്ക് ശബരിമലയുടെ തന്ത്രിക്ക് തന്നെയാണ്.